കുരങ്ങന്റെ വാലുണ്ടാക്കാനല്ല പറയുന്നത്, പൊറോട്ട ഉണ്ടാക്കാൻ. ഈ ഒരു ഗെയിം തങ്കച്ചൻ ചേട്ടൻ എന്തായിരുന്നു പണ്ട് എന്നുള്ളത് നമ്മളെ ഒന്ന് അറിയിച്ചു. 12-13 വയസ്സിലൊക്കെ ഹോട്ടൽ ഫീൽഡിൽ ഇറങ്ങിയതാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയതുകൊണ്ടാണ് ഠമാർ പടാറിന്റെ ഈ വേദിയിലും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ നമ്മൾ കാണുന്നത് തങ്കച്ചൻ ചേട്ടനെ എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഈ പശുവിനൊക്കെ കറന്നു വന്ന് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇവര്. അപ്പൊ ഇവര് പറയുന്നു ഇവർക്ക് ഭയങ്കരമായിട്ട് വിശക്കണമെന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുമ്പോ എന്താ? പൊറോട്ട. ഒരു സംശയം എല്ലാരും പറയണ്ടല്ലോ. അറ്റ് ടൈം എല്ലാരും പറയണ പൊറോട്ടയാണ്. ഈ പൊറോട്ടയ്ക്ക് ഇപ്പൊ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പാലൊഴിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പൊറോട്ടയും ചുട്ട കരുവാടും നല്ലതാണ്. എന്താ പൊറോട്ടയും ചുട്ട ഉണക്കം. കരുവാടെന്ന് പറഞ്ഞാൽ തമിഴ്നാട് പേരാണ്. ഉപ്പ് കരുവാട്, ഉണക്കമീനാണ് ഈ ഉപ്പ് അതെ. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഉള്ളത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ട് നമ്മൾ കറന്ന പാലാണ്, പശുവിന്റെ പാല്. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ട് പൊറോട്ട ഇവിടെ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇവര് വിചാരിച്ചു ഇപ്പൊ തന്നെ ഇവിടെ പൊറോട്ട ഫ്ലോറിൽ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ പൊറോട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നിങ്ങളുടെ നാട്ടിലെന്താ? ഇപ്പൊ എനിക്ക് തരാൻ പറ്റിയ പാലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ വെജ് ആയതുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞേ. ചമ്മന്തി. അനുവിന് അങ്ങനെ എന്തേ പറയുള്ളൂ. ശരി. മുട്ട റോസ്റ്റ്. ഞാൻ ബീഫ്. ഫിഷ് കറിയും. ശരി, ചിക്കൻ കറി. ഓക്കെ. അപ്പൊ ഇത്ര മാത്രം. സാമ്പാർ. ശരിയാ, കൊറേ പേരുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഠമാർ പടാറിന്റെ ഈ ഫ്ലോറിൽ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷെ മെയിൻ കോഴ്സ് ആയിട്ട് പൊറോട്ട നിങ്ങൾ ഉണ്ടാക്കണം. ക്ഷീണിച്ചു വന്നിരിക്കുന്നുണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പൊ ഞാനിവിടെ സപ്ലൈ ചെയ്യുന്നുള്ളത്. ഞാൻ സപ്ലൈ ഇല്ല, ഞാൻ സപ്ലൈ ചെയ്യും. പൊറോട്ടയുടെ മാവ് ബാറ്റർ ഞാൻ നിങ്ങൾക്ക് തരും. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ പൊറോട്ട അടിക്കണം. ലക്ഷ്മി ചേച്ചി, പൊറോട്ടയുടെ മാവിന് എന്തൊക്കെയാ ആവശ്യമുള്ളത്? മൈദമാവ്, ഉപ്പും വെള്ളവും. അപ്പൊ മുട്ട വേണം. ഇത് എവിടത്തെ ടേസ്റ്റ് ടൈമാണ്? സത്യം പറയട്ടെ, എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്നോട് ചോദിക്കുമ്പോ എനിക്കറിയാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയും. ശരിക്കും എന്തൊക്കെ വേണം? മൈദമാവ്, പിന്നെ മുട്ട. അപ്പം വെജിറ്റേറിയൻസ് എങ്ങനെ കഴിക്കും? ഡാൽഡ, ഉപ്പ് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിന്റെ പരുവല്ല, അതിനെക്കാട്ട് കുറച്ചും കൂടി പരുവത്തിൽ ആക്കി വെച്ചിട്ട് അടിച്ചെടുക്കണം. എവിടെയായിരുന്നു അടിക്കാൻ നിന്നിരുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. മറ്റുള്ളവര് നമ്മൾ അടിച്ച പൊറോട്ട കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലേ? ശരി, ഓക്കെ, ഫൈൻ. അപ്പോ ഏതായാലും നമ്മുടെ ഠമാർ പടാറിൽ ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ടാറ്റ പൊറോട്ട. ടാറ്റ പൊറോട്ട. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിനുള്ള ടാസ്ക് എന്താണെന്നുണ്ടെങ്കിൽ നല്ലൊരാൾക്ക് നമ്മൾ തെരഞ്ഞു പിടിച്ച് നമ്മുടെ ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു റിവാർഡ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഗെയിം ഇവര് പൊറോട്ട ചുട്ടോണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ടൈം ത്രൂ ഔട്ട് ഇങ്ങനെ പറയണം ടാറ്റ പൊറോട്ട, ടാറ്റ പൊറോട്ട, ടാറ്റ പൊറോട്ട, ടാറ്റ പൊറോട്ട. കേട്ടല്ലോ? ഏറ്റവും നല്ല പെർഫോമറിന് നമ്മൾ തേടി പിടിച്ചൊരു അവാർഡ് തരുന്നതായിരിക്കും കേട്ടോ. താങ്കളായിരിക്കും അല്ലേ സ്വയം പറയേണ്ടത്. ശരി, ഓക്കെ. അപ്പൊ നോക്കാം. അപ്പോ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അറ്റ് എ ടൈം ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. ബാറ്റർ എടുക്കുക. നേരത്തെ കടയിൽ നിന്നിട്ടുള്ള പോലെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് സ്വയം ചുടുക. ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആള്. ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. അറ്റ് എ ടൈം ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരായിരിക്കും. ടീം വേഴ്സസ് ടീം ഒരുമിച്ചായിരിക്കും കളിക്കാം. പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞങ്ങള് പശുവിനെയൊക്കെ കറന്ന് ക്ഷീണിച്ചു വന്നിരിക്കുകയാണല്ലോ. അപ്പൊ ലക്ഷ്മി ഒന്ന് പൊറോട്ട ഉണ്ടാക്കി കാണിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്കറിയാം, ഒരു ചുക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യം അല്ലെ എണ്ണ എടുക്കണോ? കൈ വൃത്തിയായിട്ട് കഴുകണം. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അന്ന് വിനയിച്ചേട്ടൻ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്റെ പൊറോട്ട ഇങ്ങനെയാ. പൊറോട്ട. ദൈവമേ, എന്റെ ലക്ഷ്മി ചേച്ചിക്ക് നല്ലത് മാത്രം പരത്തണേ. അങ്ങനാണോ എന്റെ പൊറോട്ട ഇങ്ങനെയാ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്.
കുരങ്ങന്റെ വാലുണ്ടാക്കാനല്ല പറയുന്നത്, പൊറോട്ട ഉണ്ടാക്കാൻ. തങ്കച്ചൻ ചേട്ടന്റെ വാലായിട്ട് തോന്നിയോ? പരത്താനുള്ള കോലുണ്ടോ? വല്ല കാര്യം നാവോടെ വെച്ചേക്കണം, ഞങ്ങൾക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കണം. ഓട്ട ഓട്ട പൊറോട്ട, ഓട്ട പൊറോട്ട, ഓട്ട പൊറോട്ട, ഓട്ട പൊറോട്ട. മല്ലയുദ്ധാണ് അവിടെ നടക്കുന്നത്. ഓക്കെ അപ്പൊ റെഡിയായി. ഓക്കെ ശരിയാവുണ്ട്. ഇനി അടി അടി. അങ്ങനെ അടി. അത് കൂട്ടുന്നതിന്റെ താടി. അയ്യോ ഒന്ന് പാൻ ചൂടാവട്ടെ കേട്ടോ. വേണ്ട അല്ലേ? ഇതല്ലേ ഇരിക്കട്ടെ. ടേസ്റ്റ് കൂടും നന്നായിരിക്കും. പാൻ ചൂടായി വരുന്നുണ്ട്. പൊറോട്ട ഉറക്കാണ്. ഞങ്ങളിങ്ങനെ പാട്ട് പാടിയിട്ടാണ് ഉറക്കാന്നുള്ളത് എനിക്ക് കാണണം കേട്ടോ. ഓക്കെ, 1 2 ലക്ഷ്മി ചേച്ചി സുഖല്ലേ? ഓക്കെ, ഹായ് ശരിയായല്ലോ. ഓട്ട ഇത് ഓട്ടല്ല, ഇത് ഓട്ടല്ല കേട്ടോ. ഓട്ട അടച്ച പൊറോട്ട. കയ്യിൽ വെക്കാൻ പറ്റണ്ടേ? അമ്മാതിരി അടിയല്ലേ അടിച്ചത്. സ്വാദിഷ്ടമായ പൊറോട്ട എങ്ങനെ തയ്യാറാക്കാന്നാണ് ഞാനിപ്പോ കാണിച്ചത്. നിങ്ങൾ ആരും ഇത് വീട്ടിൽ ഉണ്ടാക്കരുത്, കാരണം ഇത് എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാരും അനുകരിക്കരുത്, കൊച്ചുകുട്ടികൾ അനുകരിക്കരുത്. രണ്ട് കുട്ടിക്കാരെ കൊണ്ടുവരും. വേണ്ട. അപ്പൊ നമുക്കിനി ഇതിങ്ങനെ സെർവ് ചെയ്യാം. കൈയടിക്കുന്ന ടാറ്റ പൊറോട്ട. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ചൂട് പൊറോട്ട, നല്ല മുരുമുരാന്നുള്ള ചൂട് പൊറോട്ട ഇവിടെ റെഡിയാണ്. ഇതിന്റെ ഫൈനൽ ഒരു രീതി നമ്മളൊന്നും ഇങ്ങനെ സെറ്റ് ആക്കണം, എന്നാലാണ് ഇതിനൊരു പച്ചമാവ് തിന്നുന്നുണ്ട്. ഇത് എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്തല്ലോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട. എനിക്ക് പെൺകുട്ടികളോടൊക്കെ ഇഷ്ടമുണ്ട്, കാരണം നമ്മളൊക്കെ ഒരു ഇതാണല്ലോ. ലക്ഷ്മി ചേച്ചി ഈശ്വരനാണ് സത്യം, ഞാൻ ക്യാമറയുടെ മുന്നിൽ കള്ളം പറയുന്നത്. അതെന്നറിയാ, പാ ഒട്ടിപ്പോ നീ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തങ്കച്ചൻ ചേട്ടനാണ് തന്നത്. തങ്കോന് ഒരു കഷ്ണം കൂടെ ഞാൻ തരാം, ആർക്കും കൊടുക്കണ്ട. ഒരു കഷ്ണം കൂടെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നത് തിന്നത് പോലെ. ഓക്കെ, അപ്പൊ ഇനിയാണ് ശരിക്കുള്ള ഗെയിമിലേക്ക് നമ്മൾ പോവാൻ പോണേ. ചുമ്മാ തന്ന കേട്ടോ ലക്ഷ്മി ചേച്ചി. മൂവിംഗ് ഓൺ ടു ദി ഗെയിം. ടാറ്റാ പൊറോട്ട. ടാറ്റാ പൊറോട്ട ഉണ്ടാക്കിയിട്ടേ ഞാൻ ഭയങ്കര ക്ഷീണിച്ചു. ഈ ഗെയിം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി ഒരു നിമിഷം. അത്ഭുതമുള്ളൂ. അപ്പൊ ഈ ടീമിന് ആദ്യം സുധിച്ചേട്ടന്റെ ടീമിൽ നിന്ന് ആദ്യം കളിക്കാൻ വരുന്നത് മിസ്റ്റർ ഷാനവാസ് ആണ്. ഇല്ല ബാ, ഇനി കൂടുതൽ നല്ല പൊറോട്ട. അല്ല, ഷാനിക്ക ക്ഷീണിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഷാനിക്ക ക്ഷീണിക്കില്ല എന്നുള്ളതിൽ ഒരു അത്ഭുതവും ഇല്ല. ഓക്കെ, ബാ. 10 minutes ടൈമാണുള്ളത്. ആ 10 minutes 10 മിനിറ്റ് താങ്കൾക്ക് ഞാൻ തരുന്ന താങ്കൾ വിചാരിക്കണ്ട. 10 മിനിറ്റിൽ 6 പൊറോട്ട ഉണ്ടാക്കണം നിങ്ങൾ എല്ലാവരും കൂടെ. ഓക്കെ, അപ്പോ തുടങ്ങാം. ഷാനിക്ക റെഡി അല്ലേ? റെഡി അല്ലേ? അതാണ്. ആൻഡ് ഇവിടെ അനു, ഏത് ടീമിലേക്കാണെങ്കിലും ബെസ്റ്റ് പൊറോട്ടയ്ക്ക് ഒരു പ്രൈസ് ഉണ്ട്. ഓൾ സെറ്റ്?
ടാറ്റ പൊറോട്ട പറയാൻ റെഡിയാണോ? Your time starts now. അനു, മിനിമം വലിപ്പം വേണം, മിനിമം വലിപ്പം വേണം. ആരെങ്കിലും എന്തെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുത്താൽ അവർക്ക് കളിക്കാൻ പറ്റില്ല. അനു വീട്ടിൽ അലക്കാറുണ്ടല്ലേ? ഈ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ അനുവിന്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ഈ ഗെയിം ഞാൻ പൊളിക്കും, പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കറിയാം, വീട്ടിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കാറുണ്ടെന്ന് അല്ലേ? അടിപൊളി 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 അടിപൊളി. ഇതെന്താ ഓട്ട പൊറോട്ടയാണോ? ഞാനൊരു ചെറിയൊരു ഓട്ട ഒരു പൊറോട്ടയിൽ വന്നപ്പോ എല്ലാരും കളിയാക്കി. ടാറ്റ ടാറ്റ ടാറ്റ.
അടിപൊളി അടിപൊളി അടിപൊളി. Very good, Tanvi, very good, അടിപൊളി. Almost ആയിക്കൊണ്ടിരിക്കുന്നു. Fine ആയിട്ട് വരുന്നുണ്ട് കേട്ടോ റിനിയുടെ. Yes, മൃദുലയും നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂടി പോയി അല്ലേ? കുഴപ്പമില്ല, ഇപ്പൊ ശരിയാക്കി തരാം. ലക്ഷ്മി ചേച്ചിയും തൻവിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ആയിട്ടുണ്ട്. പ്രീതയുടെയും ഓൾമോസ്റ്റ് ആയി വരണു. എടുക്കാം ഇല്ല 13 വയസ്സിലൊക്കെ ഹോട്ടൽ ഫീൽഡിൽ ഇറങ്ങിയതാണ്. ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയോന്ന് അറിയില്ല, ലൈഫിൽ ഒരുവിധം എല്ലാ ജോലികളും ചേട്ടൻ ജീവിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാ. അത്രയും ടാലന്റഡ് ആയതുകൊണ്ടാണ് ടമാർ പടാറിന്റെ ഈ വേദിയിലും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ നമ്മൾ കാണുന്നത് തങ്കച്ചൻ ചേട്ടനെ എന്ന് വേണം പറയാനായിട്ട്. ഏതായാലും ടാറ്റ പൊറോട്ട എന്ന് പറഞ്ഞ ഈ ഗെയിം കഴിയുമ്പോൾ നമ്മൾ തന്നിരുന്നത് 10 മിനിറ്റും 10 മിനിറ്റിൽ മിനിമം 6 പൊറോട്ടയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണമെന്നായിരുന്നു. ആദ്യം ഈ ടീമിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഓരോ പൊറോട്ട എടുക്കുമ്പോൾ അറ്റൻഡൻസ് നമ്മൾ എടുക്കില്ല. അപ്പൊ പ്രസന്റ് ടീച്ചർ എന്ന് പറയുന്ന പോലെ സ്വന്തം പൊറോട്ട ആണെങ്കിൽ കൈബന്ധിക്കണം. ഓക്കെ, ഇത് ടാറ്റ പൊറോട്ട. ഓക്കെ ലക്ഷ്മി. രണ്ടാമത്തെ ടാറ്റ പൊറോട്ട. ശരി, അടുത്തത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടമാർ പടാറിന്റെ വേദിയിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം പൊറോട്ടയാണ്. അയ്യോ, സത്യസന്ധമായിട്ട് എണീറ്റ് വെക്കുക. ടാറ്റ പൊറോട്ട. തങ്കച്ചൻ ചേട്ടനും നെൽസൺ ചേട്ടനും അടിക്കണ കണ്ടിട്ട് അവൾ ആഞ്ഞടിച്ചതാ. ഇത് ടാറ്റ പൊറോട്ടയാണോ അതോ ഈ പട്ടി കടിച്ചു കയറിയിട്ടുള്ള പൊറോട്ടയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്നാ ബാ വല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ? തിന്നെ അമ്മയുടെ മോള് അമ്മയുടെ കുഞ്ഞാവ് നല്ല സോഫ്റ്റ് അല്ലേ? പിന്നെ ചേച്ചി എന്നെ കൊല്ലല്ലേന്ന് കണ്ണടച്ചിട്ടൊക്കെ. കറിഞ്ഞോണ്ടാ. ഓക്കെ, അപ്പൊ അനുവിന്റെ ടാറ്റ പൊറോട്ട ഉണ്ടല്ലോ. ഇനി ഒരു പൊറോട്ട ഉണ്ട്. ദിസ് ഇസ് ജസ്റ്റ് യമ്മി എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ആഹാ, എന്തൊരു ചക്കരയാണല്ലേ ഈ പൊറോട്ട. ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട് കാണാനായിട്ട്. ആരാ വേഗം പറയൂ, അറ്റൻഡൻസ് വരൂ. ഇങ്ങനെയാണോ അറ്റൻഡൻസ് വരണ്ടേ? ടാറ്റ പൊറോട്ട. എന്റെ പൊറോട്ട ഏകദേശം കുറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബാ, ഈ പൊറോട്ട ചരിത്രം നമുക്ക് കേൾക്കണം. എന്റെ പൊറോട്ട ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ ഒരു ചാക്ക് മാവിന്റെ പൊറോട്ട വരെ അടിച്ചിട്ടുണ്ട്. ഒരു ചാക്ക്. ഓക്കെ, ഈ തങ്കച്ചൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലൈഫിൽ ചെയ്യാത്ത ജോലികളില്ല, എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അത് രശ്മി ഇവിടുന്ന്, അതായത് ഭയങ്കര തിരക്കായിരിക്കും. ഒരു ചാക്ക് മാവിന്റെ പൊറോട്ട അടിക്കുന്നത് അതെ നിവൃത്തിയില്ലാത്തതുണ്ട്. കാരണം വേറെ ആരും ജോലിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവിടുന്ന് പൊറോട്ട അടിച്ചിട്ട് കല്ല് ഏകദേശം അത്ര ദൂരത്തിനായിരിക്കും. ഇവിടുന്ന് എറിയരുത്, ഇങ്ങനെ അടിച്ചിട്ട് എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുക. അങ്ങനെയാണ്. ഏകദേശം എത്ര വർഷം ഹോട്ടലിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് പൊറോട്ട അടിക്കാൻ? ചപ്പാത്തി ഒരു കുറച്ച് വർഷം, പൊറോട്ട, പിന്നെ മീൽസ് അറിയാം, ചൈനീസിന്റെ വിഭവങ്ങൾ അറിയാം, ഐസ്ക്രീം അങ്ങനെയുള്ള ഡിഷ് അങ്ങനെയുള്ളതൊക്കെ അറിയാം. 12-13 വയസ്സിലൊക്കെ ഹോട്ടൽ ഫീൽഡിൽ ഇറങ്ങിയതാണ്. 12-13 വയസ്സിലിട്ട് നമ്മള് ഈ കിച്ചണിനകത്തൊന്നും നമ്മളെ കയറാൻ സമ്മതിക്കില്ല. കിച്ചണിന് പുറത്തുള്ള ജോലിയൊക്കെ ആയിരിക്കും. എൻ്റെ അടുത്തൊരു കുറച്ച് സഹതാപമുള്ള ഒരു പൊറോട്ട മേക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പൊറോട്ട ഇങ്ങനെ ബോളിങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ, പുള്ളിക്കാർ ഭയങ്കര സ്പീഡാണ്, പൊറോട്ടയുടെ ഉസ്താദാണ്.
ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ അടിച്ചിട്ട് ഈ ഒരു ബോള് എനിക്ക് മാറ്റി വെച്ചേക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ അതെങ്കിലും എനിക്ക് അടിക്കാൻ കിട്ടണമെങ്കിൽ എന്ന് പറയും. അപ്പൊ എൻ്റെ അടുത്ത് പാവം കരുതി. അപ്പൊ എനിക്ക് പുറത്തുള്ള കീപ്പർ ജോലിയൊക്കെയാണ്. ഇങ്ങനെ നിൽക്കും, പറയാ ഇതടിച്ച് പഠിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ അടിച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ച സമയത്ത് അവിടുത്തെ GM വന്നു. GM വന്നപ്പോൾ പുള്ളിക്കാരൻ ലീവിന് പോകണം. അപ്പൊ എനിക്ക് കുറച്ച് ഇങ്ങനെ പഠിച്ചു തുടങ്ങി. അതെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ സെക്ഷനിൽ, അത് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ സെക്ഷനിൽ എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് GM-ന്റെ അടുത്ത് എന്ന് പറഞ്ഞ്, സാർ എനിക്ക് ലീവിന് പോകണം. യഥാർത്ഥ പുള്ളി ഗൾഫിൽ പോയതാണ്. എനിക്ക് ലീവിന് പോകണം എന്ന് പറഞ്ഞു. അത് പൊറോട്ട ആര് ചെയ്യും? തങ്കച്ചൻ എക്സ്പെർട്ട് അല്ലേ സാർ. പുള്ളി ഒന്ന് നോക്കിയപ്പോൾ ഞാനിങ്ങനെ നിൽക്കേ ഒരു കാര്യം ചെയ്യും പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് പോകാൻ പറ്റില്ല. അങ്ങനെ പഠിച്ച് എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്ന ഇതാണ്. കാരണം ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 ദിവസത്തോളം ഹോട്ടൽ ആത്മാർത്ഥ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഈ അന്ന് പരിപാടിക്ക് പോകുന്ന ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് ഒരു മാട്ട പ്രോഗ്രാം പിടിച്ചിട്ട്, തങ്കച്ചാ അവിടെ നെയ്യാറ്റിങ്ങനെ പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഇതല്ലടാ പരിപാടിക്ക് പാടാന്ന് പറഞ്ഞാൽ. അങ്ങനെ പരിപാടിക്ക് പോവും. അവിടെ ഈ റിഹേഴ്സലും കാര്യങ്ങളായിട്ടൊക്കെ 10 ദിവസം അങ്ങനെ പോവും. പൈസയില്ല, വണ്ടിക്കൂലിയില്ല, ഒന്നുമില്ല. തിരിച്ചങ്ങ് പോയി. ഈ 25 ദിവസം ജോലി പോക്കാണ്. അടുത്ത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കയറും. 10-25 ദിവസം ജോലി ചെയ്യുമ്പോൾ ഇവനൊക്കെ എവിടെന്നെങ്കിലും ഒരു മാറ്റം പിടിച്ചോണ്ടിരും. പരിപാടി അങ്ങനെ തന്നെ എനിക്കൊരു 4-5 മാസത്തെ പൈസ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടാറുണ്ട്. ഒരു ദിവസം എത്ര പൊറോട്ട വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും? ഒരു ചാക്ക് മാവ് എത്രത്തോളമാണോ അത്രത്തോളം ഉണ്ടാക്കും. ഏതായാലും ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ അങ്ങനെ എല്ലാവരെയും കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗെയിം തങ്കച്ചൻ ചേട്ടൻ എന്തായിരുന്നു പണ്ട് എന്നുള്ളത് നമ്മളെ ഒന്ന് അറിയിച്ചു എന്ന് വേണം പറയാൻ. വീണ്ടും സ്നേഹവും അഭിമാനവും ഇഷ്ടവും ഒക്കെ ഞങ്ങൾക്ക് കൂടിക്കൂടി വരിക കേട്ടോ നമ്മുടെ സ്വന്തം തങ്കൂല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തങ്കച്ചൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം ആ തങ്കച്ചൻ വിതിരയിൽ നിന്ന് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയതുകൊണ്ടാണ് ഠമാർ പടാറിന്റെ ഈ വേദിയിലും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ നമ്മൾ കാണുന്നത് തങ്കച്ചൻ ചേട്ടനെ എന്ന് വേണം പറയാനായിട്ട്. പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ശരിക്കും ഈ ഒരു സ്റ്റാൻഡിംഗ് അവേഷൻ ചേട്ടൻ അർഹിക്കുന്നത് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയുമെന്ന് അറിയില്ല, ലൈഫിൽ ഒരുവിധം എല്ലാ ജോലികളും ചേട്ടൻ ജീവിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ചപ്പാത്തി സെക്ഷൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. അതുകൊണ്ട് അടുത്ത ഷെഡ്യൂൾ അങ്ങനെ ഒരു ഗെയിം വെക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഷൈൻ ചെയ്യാം. ഓക്കേ, താങ്ക് യു സോ മച്ച് ചേട്ടാ. പ്ലീസ് തങ്കച്ചൻ ചേട്ടാ, ഇത് ടോട്ടൽ കൗണ്ട് ചെയ്യണേക്കാളും മുന്നേ ഈ പൊറോട്ടയുടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്തായിരുന്നു? നല്ല ടേസ്റ്റ് ഉള്ള പൊറോട്ട ആണെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ കഴിക്കാം അല്ലേ? വെറുതെ കഴിക്കാം. പൊറോട്ടയുടെ ചേരുവ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പഞ്ചസാര, മുട്ട, പാല്, തങ്കച്ചൻ ചേട്ടാ പൊറോട്ട നല്ല ടേസ്റ്റ്, തൈര് വരും. തൈര് ഒഴിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറി പ്രിഫർ ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ? ബീറ്റ്റൂട്ട് കുറുമ ഉള്ള, ബീറ്റ്റൂട്ട് കുറുമയോ? വെജിറ്റബിൾ കുറുമ ഉള്ള. എല്ലാരും ബീഫും പൊറോട്ട എന്നാണല്ലോ. ബീഫ് പൊറോട്ട, ചിക്കൻ പൊറോട്ട ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ശരിക്കും പൊറോട്ട ചൂടോടെ കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ, അടിപൊളി അടിപൊളി, യമ്മി. പിന്നെ ചുട്ട ഉണക്കമീന്. നമ്മളവിടെ ഒരുത്ത 18 പൊറോട്ട ഗോലിസോട കഴിച്ചേക്കുന്നത് അറിയില്ല. മറ്റേ ഇങ്ങനെ അടിക്കില്ലേ സോഡ, ഇങ്ങനെ അടിക്കുന്നില്ലേ, അത് 18 ഗോലിസോട കഴിച്ചു. ഒരു ഒന്നുമില്ലാതെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 പുളിഞ്ചിക്ക കൂടെ എടുത്ത് കഴിച്ചു. സോറി, അല്ല ഞാൻ പറഞ്ഞത് നല്ല കറിയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും